ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇറ്റ്സ് മീ അനന്ത്. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മളൊരു BR മാച്ചാണ് ഗൈസ് കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് BR റാങ്ക്ഡ് അല്ലെന്ന് ഗൈസ്. നമ്മൾ നേരെ സിമൻറ്റ് വീട്ടിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം MB40 ടൈപ്പ് ഗണ്ണൊക്കെ കിട്ടും. ഷോർട്ട് റേഞ്ച് നമുക്ക് സെറ്റാണ് ഗൈസ്. പിന്നെ വെസ്റ്റും അങ്ങനെ പോലെ തരുന്നതുകൊണ്ട് ഗൈസ് ഒരു എനിമി ഏതാ കുമ്മില്ല അവൻ്റെ ഓടിച്ചിട്ട് കൊണ്ടുവന്നേ തോന്നുന്നു ഗൈസ്. ഇച്ചിരി ഡാമേജ് കൊടുത്തിട്ട് എത്ര 6-5 വെച്ച്. പക്ഷേ MB40 ഇത്ര ഡാമേജ് അത് ലോങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഇവനെ എൻ്റെ ടീമേറ്റ് അറിയാമല്ലോ. ഇവൻ്റെ ഒന്ന് ഗണ്ണ് ഞാൻ വാങ്ങും. ഈ ചെറുക്കൻ്റെ വുഡ്പക്കർ വരാൻ പറഞ്ഞ വേക്കേ തരും പുള്ളിക്കാരൻ. എന്തായാലും നമുക്ക് ഗണ്ണല്ല സെറ്റാണ് ഗേസ്. വെസ്റ്റൊക്കെ പക്ഷേ എനിമിയെ തപ്പി പോവാണ് ഗേസ്. നമുക്ക് ഈ മാച്ച് സാധാ ബിയറില്ല. അപ്പോൾ ബുക്ക് ബൊയ്യ വലുതായിട്ട് വേണമെന്നില്ല. പക്ഷേ കില്ല് മിക്കാൻ പോകില്ലേ. ഈ കളി കില്ലാണ് ഗേസ്. എന്നിട്ട് നമ്മൾ ഒരുത്തനെ കൂടെ കില്ലടിച്ചിട്ടുണ്ട്. കൊണ്ട് അവിടെ നോക്കി ഇതാണ് ഇവനെ നല്ല ഡാമേജ് കൊടുത്ത്. അപ്പോൾ ഉണ്ട തീർന്നേക്കാണ്. പിന്നെ അടുത്ത സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തീരുകയും ചെയ്തു. എന്തൊരവസ്ഥ, കൺമുമ്പിൽ വെച്ച് റോസിക്കലിൽ പോയ അവസ്ഥ ഗൈസ്. പിന്നെ ആണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്, അങ്ങോട്ട് ഓടിച്ചിരുവാണ് ഗൈസ്. അവിടെ എനിക്കൊന്നും ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് ഒരാളേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് അവനെ അവൻ്റെ തല അടിച്ച് ഓടിച്ചു ഗൈസ്. കിട്ടൊരു ഫുൾ റെഡ് എന്ന് പറയാം. ഒരടി റെഡായിരുന്നു. ലാസ്റ്റത്തെ ഒരടിക്ക് ഫിനിഷ് ചെയ്ത. പക്ഷെ ഇവിടെ വെച്ചുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ അത്രയ്ക്ക് ഇതാക്കി. പക്ഷെ അവൻ കൊന്നുകൊണ്ട് ഇപ്പം എനിക്ക് അടി കിട്ടുന്നില്ലേ. അത് എവിടെ നിന്നാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ചത്. അതുകൊണ്ട് ഐസ് കണ്ടോ ഇവനെ ഇപ്പം അടിച്ചു കൊല്ലുമ്പോൾ അവിടെ മണ്ടേ ഫുൾ എനിമേഴ്സ്. എനിക്കാണെങ്കിൽ കാണാനും പറ്റില്ല അവന്മാരെ. പക്ഷേ ഇപ്പം ഞാൻ ഒട്ടും കാണുന്നില്ല. ഈ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തതിന് വോയിസ് ഓവർ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് ശ്രദ്ധിച്ചത് ഗൈസ്. പക്ഷെ അവന്മാർ ഇപ്പം കാണില്ല. പിന്നെ ഇവിടുന്ന് ലൂട്ടൊക്കെ വരെ ഞാൻ വുഡ്പക്കറും എടുത്ത് ഗൈസ്. പക്കർ ഞാൻ മിഡ് റേഞ്ച് വണ്ടാപ്പടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് എടുത്തത്. പക്ഷെ ഞാൻ മാറ്റി സേക്ക് തന്നെ എടുത്ത്. കാരണം അഥവാ പാളിപ്പോയാലോ നമുക്ക് കുത്തിപ്പിടിച്ചാലും കില്ല് വയ്ക്കാം ബുഗില്. നമ്മൾ ഇവിടുന്ന് പിന്നെ വേറെ എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് ലൂട്ട് ചെയ്യാന്ന് തോന്നുന്നു. ഇവിടെ വലിയതായിട്ട് ലൂട്ടില്ല. എല്ലാവരും ഫുള്ള് പറക്കി കൊണ്ടുപോയി. പിന്നെ ഇവിടെ ആയിട്ട് തോമസ് ഏക്കൊക്കെ ഉണ്ട് അടപ്പമുണ്ട്. പക്ഷേ ഇത് വെസ്റ്റാണ് ഈ 1200 റോക്കം വെച്ചിട്ട് എന്തോ കാണിക്കുമെന്ന് എന്തോ ഞാൻ വെസ്റ്റൊക്കെ എടുക്കാനുള്ള ഇനി ഇതിൽ ഇത് കണ്ട് ഗൈസ്. ആ സൈഡിൽ ടോക്കൺ ഇപ്പുറത്ത് ഈ റിവൈവിങ്ങിൻ്റെ സാധനം ഇത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സോളോ മാച്ച് കളിക്കുമ്പോൾ റിവൈവ് ആകത്തില്ലേ. ആ സാധനം ഇപ്പോൾ സാധാ BR സ്കോഡിലും വന്നത് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഞാൻ കളി തീരാറായപ്പോൾ നോക്കുമ്പോൾ ഇതാണ്ട് ഈ സാധനം പോകുന്നില്ല. അതൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാവരും എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ഇവിടുന്ന് ഫുള്ള് ലൂട്ടുകാരി. പിന്നെന്താ ഇവിടെ വലുതായിട്ട് എനിമിയൊന്നും ഇല്ല. പിന്നെ വേറെ ഇവിടെ ആണെങ്കിൽ നമ്മളിവിടുന്ന് എനിക്കൊന്നും ഞാൻ വെസ്റ്റ് വാങ്ങുന്നില്ലൊന്നുമില്ല. അവനെ അവിടെ കിടന്ന് എനിമി എന്ന് പറഞ്ഞ് വിളിച്ചു പോവുക. എനിക്കാണെങ്കിൽ അങ്ങോട്ടൊന്നും വയ്യ. ഇവിടെ വല്ല എനിമി ഉണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷെ ഇവിടെ നിന്നൊന്നും വലുതായിട്ടൊന്നും എനിമി കാണുന്നില്ല. പക്ഷേ സാധാ ബിയറില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാം റഷ് ചെയ്ത് കളിക്കില്ലയോ. അതുകൊണ്ട് വലിയതായിട്ട് നമുക്ക് കില്ലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ CS-ൻ്റെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യണമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. CS-ൻ്റെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഗൈസ്. അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വലിയ വ്യൂസും ലൈക്കും ഒന്നും ഇല്ല ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്ര നേരം ഇതിനെ കളിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ വെച്ചാൽ നമ്മുടെ വീഡിയോ റെഡിയും കോഡ് തരണോ നിങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് 10ൻ്റെ ഒരു റെഡിയും കോഡ് വെച്ച് ഇങ്ങനെ ഗെയിമറിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കാണുന്നോന്ന് അറിയത്തില്ല. അപ്പോഴൊക്കെ റെഡിയും കോഡ് വരത്തില്ലേ, അതേപോലെ റെഡിയും കോഡ് സ്ക്രീനിൽ തരണമെന്ന് ഗൈസ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഇപ്പോൾ കണ്ടോ അതിൻ്റെ നെറ്റ് പോയി. അവനെങ്ങനെയാണ് ഗൈസ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ചെന്ന് ചാവും എന്ന് പറയുന്നതാണ് ഗൈസ്. അവൻ കണ്ടോ നിങ്ങൾ അവൻ പൊക്കട മൈക്കോൺ ചെയ്ത് അതാ പറയുന്നത് ഫുള്ള് പൊക്കട. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കട കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ടോക്കണില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ദേശങ്ങ് ബാക്ക് അടിച്ച്. അവനാണെങ്കിൽ എന്തോ ഡയമണ്ട് 4 ലാസ്റ്റാന്ന് തോന്നുന്നു. 4 അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഗെയിമിലേയും കൂടെ കളിച്ചാൽ മതി. ഞാൻ സാധാ BR കളിക്കാമെന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് പുള്ളിക്കാരനെ. അതാ ഇത്രയും ദേഷ്യം. അവൻ കളിക്കുന്നതാണ് വലിയതില്ല. പിന്നെ നമ്മൾ
ഇവിടെ എല്ലാം ഇങ്ങനെ വായി നോക്കി നടക്കുവാണ് ഗൈസ്. ഇവിടെ എങ്ങും അങ്ങനെ എനിമി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചാണ് ഗൈസ് അവൻ ഡെഡായെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചല്ലാണ്, പക്ഷെ ഇവിടെ ആരും റിവൈവ് ചെയ്തേക്കുന്നു. ഞാൻ ഇവിടെ എനിമി ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് ഈ കളി കില്ലടിക്കണം, കാരണം സാധാ ബിയറില്ലയോ കില്ല് മുഖ്യം മുകില്. പക്ഷേ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ടീമേറ്റ് വേറെ ഒരുത്തരും ഇപ്പം ബാക്ക് അടിക്കും കഴിച്ചു. അത് നമുക്ക് കളി കാണുമ്പോൾ അറിയാം. ഇവിടേക്ക് ശേഷം ഈ കളിയിലുണ്ട് ഗൈസ് ഒരു കാറുകാരൻ. പോയി നിങ്ങൾ ഈ അവസാനമൊക്കെ ആകുമ്പോൾ കൂടുതലും മനസ്സിലാവും. ഒരു കാറുകാരൻ നിന്ന് ഫുൾ ആ ലാസ്റ്റ് തോന്നാണ്ട് ഇപ്പോൾ ഒരു ജീപ്പ്, പക്ഷേ ഇതല്ല ഒരു നീല കളറിലെ കാറില്ലേ അവനങ്ങ് ഫുള്ള് കറങ്ങില്ല. പക്ഷെ ഞങ്ങളെ ഒന്ന് ഇടിച്ചൊന്നുമില്ല, ഫുള്ള് കറങ്ങുമോ പുള്ളിക്കാരൻ. പിന്നെ ഇവിടെ കൊണ്ട് അവിടെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തു. പക്ഷെ ഇവിടെ ഉണ്ട് എൻ്റെ സെറ്റിങ്സിന് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറി ഒരു റൂബ് വാക്ക് ചെയ്ത് നോക്കുവാണ്. പക്ഷെ അവൻ എനിക്കൊന്നും വലിയ പ്ലെയറൊന്നും അല്ല ഗൈസ്. എന്തായാലും കൊണ്ട് അവൻ അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടിച്ച് നോക്കിയിട്ട് വീണ്ടും സോണിൽ എറി. പിന്നെ നമുക്ക് ഫുള്ള് റഷ് ചെയ്ത് സോണിൻ്റെ സെൻറ്ററിൽ കയറി കളിക്കണമുണ്ട്. പക്ഷേ നമുക്ക് ഈ സോണിൻ്റെ ഈ സൈഡിൽ കൂടെ നിന്ന് കളിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ചില സമയത്ത് ഈ സാധാ ബിആറി വലുത് കാണത്തില്ല. പക്ഷേ നിങ്ങൾ റഷ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സോണിൻ്റെ സൈഡിൽ കൂടെ പോകാൻ ശ്രമിക്കുക ഗൈസ്. കാരണം ആ സൈഡിൽ ഈ സർവൈവ് ചെയ്യുന്നവരെല്ലാവരും ഇങ്ങനെ സൈഡിൽ കൂടെ സൈഡ് കയറുന്നവർ. അപ്പം നമുക്ക് അവന്മാരെ അടിക്കും, കാരണം നമുക്ക് അഡ്വാൻറ്റേജ് ആണ് സോണ്. നമുക്ക് സോൺ കാണത്തില്ല, നമ്മൾ അടിക്കുകയോ എന്തെങ്കിലും മെഡിക്കറ്റൊക്കെ സെറ്റ് ആയിരിക്കും. പക്ഷേ എന്തായാലും നമുക്ക് അവന്മാരെ എന്തായാലും അങ്ങനെ അടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് അവന്മാരുടെ ടീമേറ്റ് ഒന്ന് അടിക്കാൻ നോക്കിയാൽ മതി. ഇവിടുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ പിങ് അടിക്കുന്നുണ്ടായിരുന്നു ഈ അതിൻ്റെയാണ്. പിന്നെ അവിടെ ഇപ്പം മാപ്പിംഗ് ഉണ്ട് എനിമിയുടെ ഇത്, അവിടോട്ട് പിന്നെ പോവാണ് ഗൈസ്. ഇവിടെ ആണെങ്കിൽ വെച്ച് പിടിക്കും. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 1v1 കളിക്കും എന്ന് വെച്ചാൽ അവന്മാർ 1v1 ആയിട്ട് ഒന്നും എനിക്ക് തോന്നുന്നു ഗൈസ്. പക്ഷെ ഞാൻ കയറി ചെല്ലുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇപ്പം കണ്ടിട്ട് ഒരാളെ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ സേസ് കേസ്, ഒരാളെ ഫിനിഷ് ചെയ്ത്. ഇനി ഒരുത്തിനുള്ള അവൻ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും മിക്കവാറും നമുക്ക് കയറി അങ്ങ് അടിക്കാം. എന്തെങ്കിലും നോക്കട്ടെ കണ്ടോ, അവൻ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കയറി കുത്തി പിടിച്ച് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുറമെ ടീമേറ്റ് ഉണ്ട്, വെറുതെ എന്നതിന് ഓസിക്കിൽ കൊടുക്കുന്നത്. പക്ഷെ ഇവിടുന്ന് എനിക്ക് അടി കിട്ടിയ സോണ്ടല്ല അവനാണെങ്കിൽ ഞാൻ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കൊന്ന് SVD ഡ്രാഗനോവയാന്ന് തോന്നുന്നു കേസ് അവൻ്റെ. നിങ്ങളാരെങ്കിലും ഡ്രാഗനോവയാണെന്ന് SVD എന്നാന്ന് പറയാൻ ചെയ്യാൻ ശ്രമിക്കുക പ്ലീസ് കേസ്. പക്ഷെ ഇവിടെ വെച്ച് ഞാൻ നല്ലൊരു ഓസിക്കിൽ എടുക്കുന്നു, ഒരു അടി. പക്ഷെ അതിന് ഫുൾ ഡാമേജ് കൊടുത്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ ടീമേറ്റ്. ഏതോ ഒരു ബംഗാളിയാണ് അതിന് നമുക്ക് എന്താ ഓസിക്കിൽ എടുക്കുന്നത്. ഇവിടെ വെച്ച് ആ ടീമേറ്റ് നോക്കാവുന്നുണ്ട്. ഇവനും ലാസ്റ്റ് നെറ്റ് ബാക്ക് അടിച്ച് പോകാൻ തോന്നുന്നു. ഇവിടെയൊക്കെ വലുതായിട്ട് എനിമിയാണ്. നമ്മൾ ഈ സോണിൻ്റെ സൈഡിൽ കൂടെ കളിക്കുന്നുണ്ട്, അത്യാവശ്യം കില്ല് കിട്ടുന്നുണ്ട് എനിക്ക്. ഈ മാച്ച് ഞാൻ എന്തായാലും അത്യാവശ്യം കില്ല് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. കുറച്ച് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഗൈസ്, അതാണ്. ഇവിടെ പിന്നെ അവനെ പൊക്കിയിട്ട് ഗൈസ് കൊണ്ട് വെസ്റ്റൊക്കെ ലെവൽ 3 വെച്ച് പൊട്ടിയിരിക്കുന്നു. റിപ്പയർ അടിക്കാനുള്ളതിന് റിപ്പയർ അടിച്ച് ഞാൻ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. പിന്നെ ഇവിടുന്ന് ഞാൻ മറ്റേ ടീമേറ്റ് ഞാൻ അവൻ്റെ അടുത്ത് പറയാം എങ്ങനെയെങ്കിലും ഒന്ന് വാടാ അവൻ ഫുൾ ബാക്ക് അടിച്ച് റീകണക്റ്റ് ആവും ഗൈസ്. പക്ഷെ പുള്ളിക്കാരെ റീകണക്റ്റ് ആയില്ലേ കയറിയപ്പോൾ, അവൻ കയറിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പിൽ കയറിയപ്പോൾ പുറവിലൊരു എനിമി നമ്മൾ അവനാണെങ്കിൽ ഫുള്ള് അത്യാവശ്യം ഡാമേജ്. വലിയ പ്ലെയറല്ല, സാധാ ഇതായതുകൊണ്ട് വലിയ പ്ലെയറൊന്നുമല്ല ഗൈസ്. ആ ടീമും വൈപ്പ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഡ്രോപ്പൊക്കെ എടുത്ത് പിന്നെ വായി നോക്കൽ. എനിക്കിത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കണമുണ്ട്. പക്ഷെ എനിക്ക് അത്രയും കട്ട് ചെയ്യാനൊന്നും എനിക്ക് ബോറ്. അതുമല്ല വീഡിയോക്ക് ഇത് ഇങ്ങനത്തെ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലെങ്ത്ത് കുറവായിരിക്കും, എല്ലാം പെട്ടെന്നാണ് എന്ത് പറയാനോ. അങ്ങനൊന്നുമല്ല ഈ വീഡിയോ കണ്ടിട്ടില്ല ലൈക്ക് ചെയ്യണേ മറക്കരുതേ കുട്ടാ. പിന്നെ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ സ്കാനർ നമ്മൾ കണ്ടല്ലോ ഒരു എനിമിയെ ഇവിടെ അറ്റത്തായിട്ട്, അവന് ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കയറി സ്കോപ്പ് ചെയ്ത് നോക്കുന്ന. പക്ഷേ ഇവിടുന്ന് അവനിവിടെ അങ്ങും ഇല്ല. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കി നടപ്പ്. പിന്നെ നമുക്ക് എന്ത് വേണം ഗൈസ്. പിന്നെ നമ്മുടെ CS-ൻ്റെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യണമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ എനിക്ക് ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറും ഗണ്ണും ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഓക്കെ ഗൈസ്. പിന്നെ ഈ ചിലർ ഇന്നലെ ഈ ബണ്ടിൽ തന്നെ അല്ലേ കിട്ടി, ഇന്നും എന്താ ഈ ബണ്ടിലിട്ടേക്കുന്നതെന്ന് ഗൈസ്. ഇതെനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബണ്ടിലിട്ടാണ് ഗൈസ് കളിക്കുന്നത്. പിന്നെ വേറെ എന്താ പറയാൻ, ഞാൻ വോയിസ് ഓവർ കൊടുത്ത അത്ര പരിചയമൊന്നുമില്ല, അതാണ് ഇങ്ങനെ കുറച്ച് കളയുമ്പോൾ മാറിക്കോളും.
നമ്മൾ 8 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ബുദ്ധി തോന്നി. ഇവിടെ ഈ പാലത്തിൽ കയറുന്നത് കാരണം നമുക്ക് ഈ പുറകിൽ നിന്ന് വരുന്നവന്മാരെ എല്ലാം കില്ലെടുക്കാൻ പറ്റും. ഇവിടുന്ന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കില്ലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പക്ഷേ ഈ പാലത്തിൽ ഒരു എനിമിയൊന്നും ഇല്ല, വലുതായിട്ട് കണ്ടോ എനിമിയൊന്നും ഇല്ല. ഇവന്മാരൊന്നും സാധാ ഇതിൻ്റെ ആയിരിക്കും എന്തായാലും. പിന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നോയിസ് ക്യാൻസലേഷൻ വരും. ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ചെറുതായിട്ട് സൗണ്ട് കാണിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. എനിമിയെ കണ്ടില്ല ഗൈസ്, അവന് ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു ഗൈസ്. പക്ഷേ അവൻ കവർ എടുത്തു ഗൈസ്. അതുകൊണ്ടല്ല അവിടെ അവനെ ആരോ നല്ല രീതിയിൽ അടിച്ചു വെച്ചേക്കുമായിരുന്നു. 2 അടി കൊടുത്തതെന്നൊക്കെ. പിന്നെ ആരൊക്കെ M40 ഇട്ട് കളിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് മാക്സ് കണ്ടാൽ വളരെ ഇഷ്ടം. പിന്നെ എടുത്ത മാക്സ് ആക്കുന്നത് പക്ഷേ കണ്ടോ ഇവിടെ വെച്ച് എനിക്ക് അടി കിട്ടി എവിടുന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മണ്ടയിലാന്ന് കണ്ടത്. പിന്നെ ഇവിടുന്ന് വെച്ചാൽ മണ്ടയിലവന്മാരെ അടിച്ചിട്ട് കാര്യമില്ല, ഞാൻ അടിക്കുന്നില്ല അവന്മാരെ കാരണം അപ്പോൾ ഇത്ര ഹൈറ്റുള്ളതുകൊണ്ട് ഹെഡ് ഷൂട്ട് കയറും. പിന്നെ എനിക്കൊരു ബഗ്ഗാണ് ഈ മെഡിക്കറ്റ് അടിക്കുന്ന വെച്ചാൽ ഫുള്ളായി കഴിഞ്ഞിട്ട് പിന്നെ കയറത്തില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ മതി, ഫുള്ളായി കഴിഞ്ഞ് വീണ്ടും കയറുന്നില്ല, ആ അവസ്ഥയാണ്. അതുകൊണ്ട് മണ്ടയിലുള്ളവനെ അടിക്കാനൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ അവിടെ പറന്നിറങ്ങി M40 കണ്ട് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുമില്ലാണ്ട് കണ്ടോ പെട്ടെന്ന് മാഞ്ഞുപോയി. ഇതൊക്കെയാണ് ഈ പ്രത്യേക സൈസ് ഫ്രീ ഫയർ. എന്നാലും ഞാൻ ഹൈ ഗ്രാഫിക്സ് ഇട്ട് തന്നെ കളിക്കുന്നത്, എന്നിട്ട് വലിയതൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാനാണെങ്കിൽ 2 പേർക്ക് ഡാമേജ് കൊടുത്ത് ആ ടീം വൈപ്പാവാൻ ഫുൾ ഡാമേജ് പക്ഷെ ഒടുക്കത്തെ റീലോഡ് അതാണ്. പക്ഷെ ഇപ്പം കണ്ടു ഇങ്ങനെ ഞാൻ പറയത്തില്ലേ, ഇങ്ങനെ സോണിൻ്റെ അടുത്തായിട്ട് നിൽക്കണമെന്നുണ്ട് അവന്മാർ കയറി വരുമ്പോൾ അവന്മാർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എത്ര കില്ല് ഞാൻ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നറിയാം. ആ ഒറ്റത്തിന് നമ്മളെ ടീമേറ്റ് കൊല്ലുമെന്ന് തോന്നുന്നു, സാധനം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പം കണ്ടോ ഒരു ജീപ്പ് വരാൻ കണ്ടോ ഒരു വണ്ടിക്കാരൻ നീല വണ്ടി ഇല്ലേ, ആ വണ്ടി കിട്ട് ഇവനും ലാസ്റ്റ് തോണി എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 പേരും ഉള്ളപ്പോൾ ഇപ്പോൾ പോകുന്ന അവൻ തന്നെ. ഞങ്ങൾ 2 പേരും ഉള്ളപ്പോൾ അവനാന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് വരുന്നത്. പക്ഷേ അവനെ അപ്പം പറയാൻ ബാക്കി. ഇവിടെ കണ്ടോ ഒരു എന്തോ സാൻഡിനോടെ സാധനം വന്നു. അപ്പം തന്നെ അവനെ നോക്കിയത്, അവന് പിന്നെ വലുത് ഇരുന്നില്ല. എനിക്കൊന്ന് ഓസിക്കിൽ പോകും കേസ്, കാരണം അത്ര ഓപ്പൺ ഇവൻ ഉണ്ടോ ഇവന് ലാസ്റ്റും വരുന്നത്. പക്ഷെ 1v2 ആയിരുന്നു. ആ മറ്റേ ടീമേറ്റ് ഇതായി അത് പിന്നെ പറയാം. ഞാൻ മനസ്സിലാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കുന്നത് തെറ്റില്ല, കാരണം സോം വരുവാണെങ്കിൽ ഫ്രണ്ടിലോട്ട് ചാടേണ്ടി വരും, അവന്മാരടിക്കുകയും ചെയ്യും. പക്ഷെ ഇതുണ്ട് എനിക്ക് ടീമേറ്റിൻ്റെ ഇല്ലാണ്, ടീമേറ്റിൻ്റെ ഇല്ല, നമ്മുടെ ഇല്ല സെറ്റ്. ഇവിടെ വെച്ച് എനിക്കൊരു അടി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സോണി കയറാം, വെറുതെ ഇവിടെ ഇന്ന് ശരിയാകത്തില്ല, കാരണം 10 പേര് അലൈവ് ഉണ്ടല്ലോ, 10 അല്ലല്ലോ 8. അപ്പോൾ സോണി കയറാമെന്ന് വിചാരിച്ച് കേസ്. പിന്നെ സോണി കയറുന്ന വഴിയാണ് ഇവിടെയൊക്കെ പൊരിഞ്ഞടിയുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും നമ്മളെ സാൻഡ്വിച്ച് പോലെ ആക്കി വിടുന്ന അവസ്ഥയാണ്. ഇവിടെ വെച്ചെടുത്തന്നെ അടിച്ച് അടുത്തവൻ ആ ടീം വൈപ്പ്. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ എലിമിനേറ്റ് ചെയ്യാം കേസ്, എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ നമ്മുടെ എല്ലാം 1 ഫൈറ്റ് ഞാൻ അവിടെ നിന്ന് അടിക്കാന്ന് വെച്ചാൽ എവിടുന്ന് ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. പക്ഷേ എവിടുന്ന് കൊള്ളാം M40 പക്ഷേ 57 കൊള്ളുന്നുണ്ട്. പക്ഷെ അവന്മാർ 3 വേവ് അടിച്ച് വിടും എന്തൊക്കെയായാലും. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് അടിച്ച് കൈ തട്ടി വീഴുന്നതാണ് കേസ് ഈ ഓറിയോണൊക്കെ. ഞാൻ പിന്നെ ഈ കളിക്കുമ്പോൾ ഈ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തിടും കേസ്, കാരണം അപ്പം നല്ല ഇങ്ങനെ എനിമി പോകുന്ന നല്ല സൗണ്ട് കേൾക്കാം, മനസ്സിലായോ? അവനെ ഞാനങ്ങനെ നോക്കിയിട്ട് കേസ്, അവന് അത്യാവശ്യം ഞാൻ നേരത്തെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തുകൊണ്ട് അവനെ സിമ്പിളായിട്ട് നോക്കിടാൻ പറ്റി കേസ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആ കാറുകാരൻ അവനങ്ങ് ഓടിയിവന് വല്ല ലോറി വല്ല ഓടിക്കാൻ പോയപ്പോഴായിരുന്നു വല്ല ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ആയിട്ടൊക്കെ എനിമി ഉണ്ട് കേസ്. ഇത്ര 7 പേര് ചെറിയ സോണി 7 പേരെന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം പെട്ടെന്ന് ഓരോരുത്തരായിട്ട് നിൽക്കുന്നു, പെട്ടെന്ന് വൈപ്പോ എല്ലാവരും. അങ്ങനെ ചില ഞാൻ ചില സോണി കണ്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ 4 പേര് 5 പേര്, ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ അപ്പുറത്ത് 4 പേര് കേസ്. അപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഓഹോ തീർന്ന് കളി തീർന്നൊരു BR റാങ്ക്ഡ് ആയിരുന്നു. പക്ഷേ 3 പേര് അപ്പുറത്ത് നോക്കായി കിടക്കുക. പെട്ടെന്ന് അവന്മാരെല്ലാം തീർന്നു. പിന്നെ 1v1 ആയി ആ കളി ഞാൻ ജയിച്ചു. അങ്ങനെ ചിലപ്പോൾ നോക്കായി കിടക്കുമായിരിക്കും വരുവാണ്ട്. ഇവിടെ വെച്ച് ഞാൻ ഒരുത്തന്നെ കുത്തിപ്പിടിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നില്ല, കാരണം നമ്മുടെ ടീമേറ്റ് കംപ്ലീറ്റ് ചെയ്തോളും. അല്ലെങ്കിൽ അത് നോക്കായി കിടന്നു, കാരണം ഈ സോണിൻ്റെ വെളിയിൽ നിന്ന് റിവൈവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതെനിക്ക് ഇന്നലത്തെ ഒരു മാച്ചിലാണ് മനസ്സിലായത് എൻ്റെ പൊന്നെ. ഇവിടെ വെച്ച് ഞാൻ അടിക്കാൻ പറ്റും, പക്ഷെ അവനെയും തീർത്ത് വിട്ടു. കണ്ടോ 4 പേര്, ഇനി 4 പേര്. ഞാൻ വിചാരിച്ച് 2 പേരുണ്ട് ഒരു ടീമായിരിക്കുന്നു, അത് വിടാനാണ് നോക്കിയത് മറ്റെന്തോ ലോഞ്ചർ, പക്ഷേ നടന്നില്ല. പിന്നെ ഉണ്ട് 2 പേര്, ഇപ്പോൾ ഒരാൾ മാത്രം. ഇപ്പോൾ ഫുള്ള് റഷ് ചെയ്ത് കളിക്കാൻ വെച്ച്. ഇനി എന്തോ ഗ്ലൂ ആള് എന്തോ ഞാൻ റഷ് ചെയ്ത് കളിക്കുക.
പിന്നെ വലിയ ഇവനും വലിയ പ്ലെയറൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഇവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇറ്റ്സ് മീ അനന്ത്. ബൈ ബൈ ഗായ്സ്.